യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു നല്ല സമയമാണിത്. ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല സമയം കൂടിയാണിത്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നന്മയും കുറഞ്ഞു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ പ്രിയപ്പെട്ടവരിലേക്ക് അയക്കണമേ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെ ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കേൾക്കുക. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള ഒരു അവസരമാണിത്. ദൈവവചനത്തിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഒരു വലിയ അവസരമാണിത്. ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുകയാണ്. വളരെ സുപരിചിതമായൊരു ഭാഗമാണെങ്കിലും ഈ വചനം ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ ശ്രദ്ധിക്കുകയാണ്. 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 14-ാമത്തെ വാക്യം: അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? 15-ാമത്തെ വാക്യം: സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പറഞ്ഞിരുന്നതുപോലെ കണ്ടു, അവർ പെസഹ ഒരുക്കി. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഒരുക്കുക, ഒരുക്കി. ഒരുക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുക്കം. ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാൻ, ഒരു സൗഖ്യം നമുക്ക് ലഭിക്കാൻ, ദൈവികമായൊരു നന്മ നമ്മളിൽ എത്താൻ നമുക്കാവശ്യമായ ചില ഒരുക്കങ്ങളുണ്ട്. ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് കാര്യത്തിലും നമ്മൾ ഒരുങ്ങുന്നവരാണ്. ഒരു യാത്ര പോകാൻ നമ്മൾ എത്രയോ കാര്യമായി നമ്മൾ ഒരുങ്ങും. നമ്മൾ വാഹനം ഓടിച്ചാൽ പോകുന്നെങ്കിൽ ആ വാഹനത്തെ നമ്മൾ ഒരുക്കും, വാഹനമെല്ലാം കഴുകും, നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും, തേക്കും, മേടിക്കും. ഒരുക്കം ഒരു പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹം നമ്മളിൽ വരാൻ നമ്മളും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യമുണ്ട്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി ഒരുക്കുക. അവർ പോയി ഒരുക്കി കഴിഞ്ഞപ്പോൾ എഴുതിയിട്ടുണ്ട് 17-ാമത്തെ വാക്യം: അവർ പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒന്നിച്ചു വന്നു. ഒരുക്കമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥലത്ത് യേശു വന്നത്. ഒരുങ്ങിയതിന് ശേഷമാണ്. ആദ്യം ഒരുക്കാൻ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ ഭവനത്തിൽ, ആ സ്ഥലത്ത് യേശുവും ശിഷ്യന്മാരും വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥനയോടെ ഒരുങ്ങുമ്പം നമ്മളിലും ഒരനുഗ്രഹം വരാതിരിക്കില്ല, ഒരു സൗഖ്യം വരാതിരിക്കില്ല, ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വരാതിരിക്കില്ല. നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നൊരു ദൈവാനുഗ്രഹമുണ്ട്.
നമ്മിൽ വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മളിലേക്ക് അടുത്തു വരുന്ന ചില നന്മകളും സൗഖ്യങ്ങളും വിടുതലുമുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാത്ത വിഷയമായിരിക്കാം ഇന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് അത് വരും. ദൈവം നമ്മളിലേക്ക് അത് അയക്കും. എന്ത് കാര്യവും ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ ഒരുക്കമുള്ള അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു ഗ്ലാസ്സിലാണ് ഒരാൾക്ക് കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്നത് വൃത്തിയായി കഴുകിയ ഒരു പാത്രത്തിലാണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കാനെടുക്കുന്ന നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പാത്രം, ആ പാത്രത്തിൽ നമ്മൾ നോക്കുമ്പം ഒരല്പം അഴുക്ക് എവിടെയേലും ഉണ്ടെങ്കിൽ നമ്മൾ അത് സാരമില്ലെന്ന് പറയില്ല. ഒന്നെങ്കിൽ നമ്മൾ ആ പ്ലേറ്റ് എടുത്തു കൊണ്ടുപോയി ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകും. ഇല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് പറയും, ഇതേൽ അല്പം അഴുക്കുണ്ട്, ഒന്നെങ്കിൽ ഈ പ്ലേറ്റ് മാറ്റിത്തരണം, അല്ലെങ്കിൽ ഇതൊന്നും കൂടെ കഴുകി കൊണ്ടുവന്ന് തരണം എന്ന് പറയും. അതിനുശേഷമാണ് ഭക്ഷണം വിളമ്പുക. എന്ത് കാര്യവും അങ്ങനെയാണ്. വൃത്തിയുള്ള പാത്രത്തിലേക്കാണ് ഭക്ഷണം പോലും വിളമ്പുക എന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ള ഒരു പാത്രം, വൃത്തിയുള്ളൊരു പാത്രം. നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ ജീവിതങ്ങളോട് പറയാം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിക്കണമേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കണമേ, എൻ്റെ ശരീരത്തും മനസ്സിലൊക്കെ പറ്റിയ അഴുക്കുകളും കുറവുകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കുടുംബത്തിൽ പ്രതിസന്ധികളുണ്ട്, അഴുക്കുകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, അതൊക്കെ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എളിമയോടെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ, കുറവുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം വിളമ്പുന്ന പോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചില അനുഗ്രഹങ്ങളെ വിളമ്പാതിരിക്കുകയില്ല. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരുക്കുവാണ്, നമ്മുടെ കുടുംബത്തെ ഒരുക്കുകയാണ്. നാളുകൾ വരെ ഈ ആലയത്തിൽ വന്നു പ്രാർത്ഥിച്ച് കടന്നുപോയ 10,000-കണക്കിന് മനുഷ്യരുണ്ട്. എഴുതിയിട്ട നിയോഗങ്ങളുണ്ട്. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൂടി അത് പരിഹരിക്കപ്പെടുകയാണ്. ഡെയിലി ബ്ലെസ്സിങ്, നിയോഗ പ്രാർത്ഥനയൊക്കെ കുടുംബങ്ങളിലിരുന്ന് മുടങ്ങാതെ കാണുകയും അത് അയച്ചു കൊടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്ത് ഈ ശുശ്രൂഷയെ സഹായിച്ചവരുണ്ട്, ഉപകാരികളുണ്ട്. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആ ശുശ്രൂഷ ചെയ്തവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 ദിവസങ്ങളാണ്. ഒരുക്കുവാണ്. നിങ്ങളിലേക്കൊരു അനുഗ്രഹം വരാൻ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണിത്. ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ പോയി ഒരുക്ക്. അവർ ഒരുക്കി. അപ്പോൾ സന്ധ്യയായപ്പോൾ യേശു അവിടെ വന്നു. ശിഷ്യന്മാർ ഒന്നിച്ചവിടെ വന്നു. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ചില അനുഗ്രഹങ്ങളും ദൈവിക ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിലേക്കും വരും, നമ്മുടെ കുടുംബത്തിലേക്ക് വരും, തലമുറകളിലേക്ക് വരും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾ LKG തൊട്ട് UKG തൊട്ട് +2 കോളേജ് എവിടം വരെ ആകട്ടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അവരുടെ സ്വഭാവ രൂപീകരണം, അധ്യാപകർക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്താൽ അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നയിക്കണമേ. അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യത്തെ വിളിച്ചു പറയുവാൻ ഇടയാക്കണമേ എന്നൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്നുവരെയും ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുത്തവരെയും അയച്ചു കൊടുത്തവരെയും എഴുതി പ്രാർത്ഥിച്ചവരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. സ്കൂളിൽ പോകാനൊരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അധ്യാപകരെ, സ്കൂളിനെ, പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളെ അനുഗ്രഹിക്കണമേ.
കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കണമേ. കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ. അവരുടെ സ്വഭാവം അനുഗ്രഹമാകട്ടെ. അവരുടെ ഭാവി മനോഹരമാകട്ടെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു കൊടുത്ത് ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ശിഷ്യന്മാർ ആ സ്ഥലം പോയി ഒരുക്കിയപ്പോൾ അവിടെ വെളിപ്പെട്ടത്, അവിടെ വന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലൂടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തേക്ക് ഒരുക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നതും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങളിലേക്ക് വരുന്നത് ഒരു ദൈവ സാന്നിധ്യമാകട്ടെ. നിങ്ങൾക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടായിരിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം, നല്ലൊരാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവരെയും അറിയിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.